നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. മലയാളി വിദ്യാർത്ഥികൾ EU സെറ്റിൽമെന്റ് വിസ തട്ടിപ്പിൽ ഇരയാകുന്നതായി റിപ്പോർട്ടുകൾ. UK-യിൽ PR വിസ കിട്ടാൻ വേണ്ടി മലയാളി വിദ്യാർത്ഥികൾ EU സെറ്റിൽമെന്റ് വിസ തട്ടിപ്പിന് ഇരയാകുന്നതായി റിപ്പോർട്ട്. പഠനശേഷം ജോലി ലഭിക്കാതെ വരുന്നതോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരാണ് ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുന്നത്. UK-യിലെ നിയമം അനുസരിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുക. വിവാഹം കഴിച്ചവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിക്കും. കള്ളത്തരമാണെന്ന് കണ്ടെത്തിയാൽ വലിയ ശിക്ഷയാകും അനുഭവിക്കേണ്ടി വരിക. ഇതൊക്കെ മറച്ചുവെച്ചാണ് ഈ വിസ തട്ടിപ്പ് സംഘങ്ങൾ നിരവധി പേരെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നത്. ഇത്തരം തട്ടിപ്പിനായി 15 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബ്രിട്ടനിൽ തുടരുന്നതിനായി 2019 ഏർപ്പെടുത്തിയ വിസ സമ്പ്രദായമാണ് EU സെറ്റിൽമെന്റ് വിസ. ബ്രെക്സിറ്റിന് ശേഷമായിരുന്നു ഇത്തരം ഒരു വിസ സംവിധാനം കൊണ്ടുവന്നത്. ഇങ്ങനെ ബ്രിട്ടനിൽ തുടരുന്നവരിൽ ഒരാളെ വിവാഹം കഴിച്ചതായി രേഖയുണ്ടാക്കുകയും പിന്നീട് ആ രേഖ ഉപയോഗിച്ച് UK-യിൽ നിൽക്കാനുള്ള അപേക്ഷ നൽകുകയും അങ്ങനെ 1.5 വർഷത്തേക്ക് UK-യിൽ തുടരാനാവുകയും ചെയ്യും. വിവാഹം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ 1.5 വർഷത്തിന് ശേഷം UK-യിൽ PR ഉള്ള വ്യക്തിയുടെ പങ്കാളി എന്ന നിലയിൽ PR കിട്ടാനായി വീണ്ടും അപേക്ഷ നൽകാം. രേഖകളിൽ മാത്രമായിരിക്കും വിവാഹം എന്നതാകും തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം. വിവാഹം കഴിക്കുന്നവർ പരസ്പരം കാണുന്നില്ല. വീടിന് തീപിടിച്ച് 4 കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ അമ്മ കുറ്റക്കാരി. അമ്മ ദേവേക റോസ് സൂപ്പർമാർക്കറ്റിലേക്ക് പോയപ്പോൾ വീടിന് തീപിടിച്ച് 4 ആൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ അവർ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. 2021 ഡിസംബർ 16 തെക്ക് പടിഞ്ഞാറൻ ലണ്ടനിലാണ് സംഭവം നടക്കുന്നത്. വീട് പൂട്ടിയ നിലയിലായിരുന്നു. കുട്ടികൾ കട്ടിലിനടിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ദേവേക റോസിന് ജാമ്യം ലഭിച്ചുവെങ്കിലും നവംബർ 15 ശിക്ഷ വിധിക്കും. ഇംഗ്ലണ്ടിൽ പലിശ നിരക്കുകൾ വീണ്ടും കുറയാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വിലക്കയറ്റം നിയന്ത്രണ വിധേയമാവുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് ഇനിയും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. നവംബർ, ഡിസംബർ മാസങ്ങളിലായി പലിശ നിരക്ക് നിർണ്ണയിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ അവലോകന യോഗങ്ങൾ നടക്കും. പണപ്പെരുപ്പം ബാങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ 2% അടുത്തെത്തിയതാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് അനുകൂല ഘടകമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും യുദ്ധഭീതിയാണ് ബാങ്കിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം. വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയെ തുടർന്ന് ഈ ആഴ്ച എണ്ണവില ബാരലിന് $76 മുകളിൽ ഉയർന്നിരുന്നു. മാരകമായ മാർബർഗ് വൈറസ് ഭീതിയിൽ UK. ഗുരുതരമായ രക്തസ്രാവത്തിലൂടെ മരണത്തിന് കാരണമാകുന്ന വൈറസിനെ സംബന്ധിച്ചാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബാധിക്കപ്പെട്ടാൽ 10-ൽ 9 പേരുടെയും ജീവൻ എടുക്കാവുന്നത്ര മാരകമാണിത്. വൈറസ് പിടിപെട്ടാൽ 1 മാസത്തോളം കണ്ടെത്താൻ കഴിയില്ലെന്നതാണ് ഇത് നിശബ്ദമായി പടരാൻ ഇടയാക്കുന്നത്. ഇൻഫെക്ഷൻ ബാധിച്ചാലും രോഗികൾ ഇത് അറിയില്ല എന്നതിനാൽ രോഗം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കാൻ ഇടവരും. രോഗം പിടിപെട്ടവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും UK-യിൽ എത്തിയ ശേഷമാകും ഇത് തിരിച്ചറിയുക എന്നും വിദഗ്ധർ പറയുന്നു. നിലവിൽ റുവാണ്ടയിലാണ് മാരകമായ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. 5 മുതൽ 15 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലാവധി. റുവാണ്ടയിലെ സ്ഥിതി അതീവ ആശങ്ക ഉയർത്തുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. UK-യിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒട്ടേറെ സ്വകാര്യ അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നതായി റിപ്പോർട്ട്. ലൈംഗിക അതിക്രമ കേസിൽ കുറ്റക്കാരനായ വ്യക്തി മാത്തമാറ്റിക്സിനും സയൻസിനും കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വ്യാപകമായി പരസ്യം ചെയ്തിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവന്നു. നിയമപരമായ കാരണങ്ങളാൽ ഇയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. എന്തെങ്കിലും രീതിയിൽ കുട്ടികളുമായി സമ്പർക്കം പുലർത്തില്ല എന്ന വ്യവസ്ഥയിലാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. അടുത്ത മാർച്ചിൽ വിചാരണ നേരിടുന്ന ഇയാളുടെ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 90-ലധികം സ്വകാര്യ അധ്യാപകർ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കുട്ടികളുമായി ഇടപഴകാൻ അവസരം വരുന്നത് അപകടകരമാണെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ക്യാമ്പയിനിംഗ് ഗ്രൂപ്പായ ഫ്രീഡം ഫ്രം അബ്യൂസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് മെർലിൻ ഹൗസ് പറയുന്നു. യുക്മ റീജിയണൽ കലാമേള ഒക്ടോബർ 5 ശനിയാഴ്ച മുതൽ ഒക്ടോബർ 26 ശനി വരെ. ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായി നടക്കുന്ന കലാമേളകൾക്കുള്ള ഒരുക്കങ്ങളിൽ റീജിയണൽ കമ്മിറ്റി നേതൃത്വം ഒക്ടോബർ 5 മുതൽ വിവിധ റീജിയനുകളിൽ കലാമേള നടത്തും. യുക്മയുടെ വിവിധ റീജിയനുകളിൽ നടക്കുന്ന കലാമേളകളിലെ വിജയികളാണ് ദേശീയ കലാമേളയിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നത്.
ഒക്ടോബർ 5-ന് യോർക്ക്ഷയർ ആൻഡ് ഹംബർ റീജിയൻ കലാമേള റോദർഹാമിലും മിഡ്ലാൻഡ്സ് റീജിയണൽ കലാമേള കവൻട്രിയിലും നടക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഏതൊരു UK മലയാളിക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. കലയും സംസ്കാരത്തെയും നെഞ്ചേറ്റുന്ന UK മലയാളികളുടെ ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന 15ാമത് യുക്മ ദേശീയ കലാമേള വൻ വിജയമാക്കി തീർക്കുവാൻ ഏവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് യുക്മ ദേശീയ സമിതിക്കു വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ അഭ്യർത്ഥിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.